നമസ്കാരം. CPM നേതാവ് KJ ഷൈനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച് ഓൺലൈനിലൂടെ പ്രചാരണം നടത്തിയെന്ന കേസിൽ ആരോപണ വിധേയനായ KM ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെങ്ങമനാട് SHO ആക്കുളത്തെ വീട്ടിൽ നിന്നാണ് KM ഷാജഹാനെ അറസ്റ്റ് ചെയ്തത്. ഷൈൻ നൽകിയ കേസിനെ കുറിച്ച് ഷാജഹാൻ വീഡിയോ ചെയ്തിരുന്നു. FIR-നെ കുറിച്ച് സ്ത്രീയുടെ പേര് പറഞ്ഞായിരുന്നു ഷാജഹാൻ വീഡിയോ ചെയ്തത്. ഇതിന് വീണ്ടും ഷൈൻ പരാതി നൽകിയിരുന്നു. റൂറൽ സൈബർ പോലീസ് എടുത്ത കേസിലാണ് അറസ്റ്റ്. ചെങ്ങമനാട് പോലീസാണ് തിരുവനന്തപുരത്തെ ആക്കുളത്തെ വസതിയിലെത്തി ഷാജഹാനെ അറസ്റ്റ് ചെയ്തത്. വീട്ടിലെത്തിയ അന്വേഷണ സംഘം ഷാജഹാനുമായി എറണാകുളത്തേക്ക് തിരിച്ചു. കൊച്ചിയിലാണ് വൈദ്യപരിശോധന അടക്കമുള്ള നടപടികൾ നടക്കുക. അവിടെ എത്തിച്ച ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും. KJ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ KJ ഷാജഹാനെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. വിവാദ വീഡിയോ സൂക്ഷിച്ച മെമ്മറി കാർഡ് കഴിഞ്ഞ ദിവസം ഷാജഹാൻ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. 5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെ ഷാജഹാനെ വിട്ടയച്ചിരുന്നു. KJ ഷൈൻ്റെ പേര് വീഡിയോയിൽ പരാമർശിച്ചിട്ടില്ലെന്ന നിലപാടാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഷാജഹാൻ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചിരുന്നത്. ഇന്നലെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ഷാജഹാന് പോലീസ് സുരക്ഷയൊരുക്കിയിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആലുവയിലേക്ക് പോലീസ് അകമ്പടിയിലാണ് അദ്ദേഹം സൈബർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഷാജഹാനെതിരെ മുദ്രാവാക്യം മുഴക്കി DYFI CPM പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. ഷാജഹാൻ വനിതാ CPM നേതാവിനെ അപമാനിച്ചു എന്നതിന് തെളിവുകൾ കുറവാണ്. കേസിൽ ഒന്നാം പ്രതിയായ ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ജാമ്യാപേക്ഷ എതിർക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത്. അതേസമയം ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും പ്രത്യേക അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. വ്യാജവും അധിക്ഷേപകരവുമായ പ്രചാരണം നടത്തിയ 100-ലധികം പ്രൊഫൈലുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അധിക്ഷേപ പോസ്റ്റുകളിലെ വിവരങ്ങൾ തേടി എറണാകുളം റൂറൽ സൈബർ പോലീസ് ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനം മെറ്റയ്ക്ക് കത്ത് നൽകിയിരുന്നു. അതേസമയം കേസിലെ പ്രതിയായ CK ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് മെറ്റ നീക്കം ചെയ്തിരുന്നു. അക്കൗണ്ട് നീക്കണമെന്നാവശ്യപ്പെട്ട അന്വേഷണ സംഘം നേരത്തെ മെറ്റയ്ക്ക് കത്ത് നൽകിയിരുന്നു. ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമ എടപ്പാൾ സ്വദേശി യാസറിനോട് ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. സൈബർ അധിക്ഷേപത്തിൽ CPM MLA-മാർ നൽകിയ പരാതിയിലും പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നു. MLA-മാരായ PV ശ്രീനിജൻ, ആന്റണി ജോൺ, KJ മാക്സി എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. അതിനിടെ തനിക്കും കുടുംബത്തിനുമെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന ഒന്നാം പ്രതി ഗോപാലകൃഷ്ണന്റെ ഭാര്യയുടെ പരാതിയിൽ മൊഴിയെടുത്തിരുന്നു. എന്നാൽ തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നിരുന്നില്ല. ഇതിനിടെ ഷാജഹാനെതിരെ പോസ്റ്ററും ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്ത് ഷാജഹാന്റെ വീടിന് സമീപമാണ് ചെറുവയ്ക്കൽ ജനകീയ സമിതി എന്ന സംഘടനയുടെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. സ്ത്രീകൾക്കെതിരെ അപകീർത്തി പരാമർശം നടത്തുന്ന ഷാജഹാന്റെ നാവ് പിഴുതെടുക്കുക, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഷാജഹാൻ, സാമൂഹ്യ വിപത്ത് എന്നതടക്കം ഉള്ളടക്കമുള്ള പോസ്റ്ററുകളാണ് വിവിധ ഭാഗങ്ങളിൽ ഒട്ടിച്ചിരിക്കുന്നത്. ഷൈനെതിരായ അപകീർത്തി പരാമർശവുമായി ബന്ധപ്പെട്ട് ഷാജഹാന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. റെയ്ഡിൽ ഷാജഹാന്റെ ഐഫോൺ അടക്കം പിടിച്ചെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പോസ്റ്ററുകൾ വീടിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും. KJ ഷൈനെതിരെയും വൈപ്പിൻ MLA ഉണ്ണികൃഷ്ണനുമെതിരെയാണ് വലിയ തോതിൽ സൈബർ ആക്രമണം നടന്നത്. ഇതിനെതിരെ പോലീസിന് നൽകിയ പരാതികളിൽ രണ്ടാം പ്രതിയാണ് ഷാജഹാൻ. VS അച്യുതാനന്ദന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഷാജഹാൻ. ഷാജഹാന്റെ യൂട്യൂബ് ചാനലിലൂടെ തങ്ങൾക്കെതിരെ അപകീർത്തികരമായ വിവരങ്ങൾ പങ്കുവച്ചു എന്ന് കാണിച്ചാണ് ഷൈനും ഉണ്ണികൃഷ്ണനും പരാതി നൽകിയത്. കേസിലെ ഒന്നാം പ്രതിയും പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവുമായ ഗോപാലകൃഷ്ണന്റെ വീട്ടിലും പോലീസ് സംഘം പരിശോധന നടത്തിയിരുന്നു.